ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ആലപ്പുഴ കാഴ്ചകളാണ്. നമ്മൾ ഇതുവരെ എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു പ്ലേസും കൂടിയാണ് ആലപ്പുഴ. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു 6 മണിയോട് കൂടി ഇറങ്ങി. അതിരാവിലെ ഇറങ്ങി. അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് മിസ്റ്റൊക്കെ കാണാൻ സാധിച്ചു. കുട്ടിയൊക്കെ ഭയങ്കര ഹാപ്പിയാണ് യാത്ര പോകുന്ന കാര്യത്തിൽ. അങ്ങനെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി. കൊരട്ടിയൊക്കെ കഴിഞ്ഞപ്പോൾ ചെറുതായിട്ട് ബ്ലോക്കും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി റോഡ് വർക്കിൻ്റെ. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ് ഇവിടെ. നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൊരട്ടി കഴിഞ്ഞിട്ടുള്ള ആര്യസ് എന്ന് പറഞ്ഞ ഹോട്ടലിൽ നിന്നാണ്. ഇവിടുത്തെ മസാല ദോശ ആയിക്കോട്ടെ, നെയ് റോസ്റ്റ് ആയിക്കോട്ടെ, അതിൻ്റെ ഒപ്പമുള്ള ചമ്മന്തിയിൽ സെറ്റ് ആയിക്കോട്ടെ, അസാധ്യ ടേസ്റ്റാണ്. ഈ ഒരു റൂട്ട് പോകുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് മസാല ദോശയും നെയ് റോസ്റ്റും കഴിക്കാതെ പോകരുത്, അത്ര ടേസ്റ്റാണ്. അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വണ്ടി എടുത്തിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഏതാണ്ട് ഒരു 8 മണിയോട് കൂടിയാണ് ഇപ്പോൾ ഈ ഒരു ടൈം കാണുന്നത്. നമുക്ക് വലിയ ബ്ലോക്കുകളൊന്നും ഇല്ലാണ്ട് ഇതിലൂടെ പോകാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ ആലപ്പുഴ നമുക്ക് അപ്രോക്സിമേറ്റ് ഒരു 10 മണി 11 മണിയോട് കൂടി തന്നെ നമുക്ക് റീച്ച് ചെയ്യാൻ സാധിച്ചു. നമ്മൾ ആലപ്പുഴയിൽ വന്നിട്ട് ആദ്യമായിട്ട് ട്രൈ ചെയ്യാൻ പോകുന്നത് ഷിക്കാരി ബോട്ടിംഗ് ആണ്. അതായത് നമ്മൾ ഒരു പ്രൈവറ്റ് ബോട്ട് എടുത്ത് നമ്മളുടെ പ്രൈവസിക്ക് ഒത്ത രീതിയിൽ നമ്മൾ പോകുന്ന ഒരു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണിത്. നമുക്കിതിൽ പെർ ഹെഡ് 600 റുപ്പീസാണ് വരുന്നത്. സീസണോ ഓഫ് സീസണൊക്കെ അനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. ഇതിൽ മിനിമം നമുക്കൊരു 6-7 പേരൊക്കെ ആയിട്ട് യാത്ര ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഗ്രൂപ്പായിട്ട് വരുന്നവർക്കൊക്കെ എൻജോയ് ചെയ്യാൻ, ഒരു 6 പേര് 7 പേര് അടങ്ങുന്ന ഗ്രൂപ്പായിട്ട് വരുന്നവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ബോട്ടിംഗ് ആണിത്. നമ്മൾ 2 മണിക്കൂറിൻ്റെ പാക്കേജാണ് എടുത്തിരിക്കുന്നത്. അത് 3 മണിക്കൂറിൻ്റെ ഉണ്ട്, 4 മണിക്കൂറിൻ്റെ ഉണ്ട്. ഒരു 4 മണിക്കൂർ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അത്രയും ടൈം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു സംഭവം നമുക്ക് ഇവിടെ കാണാനുണ്ടാവില്ല. ഇവിടെ മെയിനായിട്ട് ഓരോ വീടുകൾ ഇരിക്കുന്ന ഓരോ ഏരിയകളും, അതുപോലെ തന്നെ ഈ ഹൗസ് ബോട്ടുകൾ പാർക്ക് ചെയ്തിരിക്കുന്ന ഓരോ ഏരിയകളും, ഇതൊക്കെ കവർ ചെയ്തിട്ടാണ് നമ്മൾ മെയിനായിട്ട് കായലിലേക്ക് കിടക്കുന്നത്. ഇത്രയധികം ജലം ഇവിടെ ഉണ്ടായിട്ടും ഇവിടെയുള്ള ആൾക്കാർക്ക് കുടിവെള്ളത്തിന് അത്രയധികം പ്രശ്നമാണ്. കുടിവെള്ളമൊക്കെ പുറത്തുനിന്ന് മേടിച്ച് ബോട്ടിലും കുപ്പികളിലേക്കാക്കി കൊണ്ടുപോകുന്നത് നമ്മൾ പല പ്രാവശ്യമായിട്ട് ഈ ഒരു യാത്രയിൽ കണ്ടു. നമ്മളിപ്പോൾ ഈ കാണുന്നത് ഇവിടുത്തെ ഗ്രാമപ്രദേശങ്ങളാണ്. ഇവിടെ കൂടുതലായിട്ടും വീടുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു ഏരിയയാണ്. ഇവിടെയുള്ളവർ അലക്കാനും അതുപോലെ തന്നെ കുളിക്കാനൊക്കെ ഈ വെള്ളം തന്നെ എടുക്കുന്നതെന്ന് തോന്നുന്നു. പല പ്രാവശ്യമായിട്ട് നമ്മളത് കണ്ടു. കുടിക്കാൻ മാത്രമാണ് അവർ പുറമേ നിന്നും വെള്ളം എടുക്കുന്നത്. ഫിൽറ്റർ വാട്ടറാണ് യൂസ് ചെയ്യുന്നത് തോന്നുന്നു. ഇവിടുത്തെ ആൾക്കാർ മെയിനായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ടൂറിസത്തെ ആശ്രയിച്ചാണ്. അതായത് ഇവിടെ ഹൗസ് ബോട്ട് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഓരോ ആക്ടിവിറ്റീസ് തന്നെയാണ് ഇവിടെയുള്ള എല്ലാ ജനങ്ങളും ചെയ്യുന്നത് തോന്നുന്നു. നമ്മൾ ഇവിടുന്ന് കുറച്ചധികം ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഈ വീഡിയോയിൽ പല പ്രാവശ്യങ്ങളിലായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ കാഴ്ചകൾ ഈ ഒരു വീഡിയോയോടുകൂടി അവസാനിക്കുകയാണ്. ഇനി നെക്സ്റ്റ് ഡേ ആലപ്പുഴയിലെ മറ്റൊരു കാഴ്ചയുമായിട്ട് നമുക്ക് കാണാം. ഓക്കെ, ബൈ.